SDPI അഖിലേന്ത്യാ അധ്യക്ഷൻ MK ഫൈസി അറസ്റ്റിൽ. കള്ളപ്പണക്കേസിലാണ് ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ഫൈസിയെ പിടികൂടിയത്. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, SDPIയുടെ ദേശീയ അധ്യക്ഷൻ ഇപ്പോൾ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് കേസിലാണ് ഇപ്പോൾ ഇയാളെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ MK ഫൈസി, അദ്ദേഹം തൃശൂർ പട്ടിക്കാട് സ്വദേശിയാണ്. അദ്ദേഹമാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ED അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കള്ളപ്പണം ഇടപാട് കേസിലാണ് ഫൈസിയെ ED അറസ്റ്റ് ചെയ്ത്. ഇയാളിപ്പോൾ ദില്ലിയിലെ ED ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട സംഘടനയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം ഇടപാട് കേസിലാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള നടപടി കേന്ദ്രം ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പേരെ, പ്രത്യേകിച്ച് 100-ലധികം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് NIA എല്ലാം തന്നെയും ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കള്ളപ്പണം ഇടപാട് കേസും നടത്തുന്നത്. ഇതിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള നിരോധിത ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്തു എന്ന കേസിലാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്ത് നിന്നും ഈ ഒരു പോപ്പുലർ ഫ്രണ്ടിന് ആ പണം ലഭിച്ചു, ഒരു ഫണ്ട് ലഭിച്ചു. ആ ഫണ്ട് ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനം എന്നുള്ളതാണ് കേസ്. ഇതിലാണ് ഇപ്പോൾ ഈ ഒരു SDPIയുടെ അഖിലേന്ത്യാ അങ്ങനെയെങ്കിലും ആരോപണം ഗൗരവതരമാണ്. IS റിക്രൂട്ട്മെന്റിന് വേണ്ടി വിദേശത്തു നിന്ന് ഫണ്ട് ഉപയോഗിച്ചു, അതുപയോഗിച്ച് റിക്രൂട്ട്മെന്റ് നടത്തി എന്ന ആക്ഷേപം വളരെ ഗൗരവതരമാണ്. രാജ്യസുരക്ഷയടക്കം ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ് ഇപ്പോൾ MK ഫൈസിക്കെതിരെ ED മുന്നോട്ട് വച്ചിരിക്കുന്നത്. മനു, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, ഇനിയിപ്പോൾ ഈ മാർച്ച് 10 മുതൽ രണ്ടാമത്തെ ബജറ്റിന്റെ രണ്ടാം സെഷൻ സമ്മേളനം തുടങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി വഖഫ് ഭേദഗതി ബിൽ വരാൻ പോവുകയാണ്. ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അതിനെതിരെല്ലാം തന്നെയും ചില സമരങ്ങൾക്കെല്ലാം തന്നെയും SDPI അടക്കം ആഹ്വാനം ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിലാണോ ഈ അഖിലേന്ത്യാ അധ്യക്ഷനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന സംശയം കൂടി ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഈ വഖഫ് ബിൽ അടക്കമെല്ലാം വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തടവ് കൂടി ആയിട്ട് നമുക്കിതിനെ ബന്ധപ്പെടുത്തേണ്ടി വരും. എന്തായാലും SDPIയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെയും നേരത്തെ അറസ്റ്റായപ്പോഴും MK ഫൈസി അടക്കമുള്ള വളരെ കുറച്ച് നേതാക്കൾ മാത്രമേ അന്ന് ഈ ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായിട്ട് അന്ന് നടപടി സ്വീകരിക്കാതിരുന്നിട്ടുള്ളത്. ആ ബാക്കിയുള്ള നേതാക്കൾ, പ്രമുഖപ്പെട്ട അഖിലേന്ത്യാ അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കളെയാണ് ഇപ്പോൾ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സിബി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും SDPI മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രതിരോധം എന്ന് പറയുന്നത് ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നു, അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിരോധമായിരിക്കുമോ അവർ മുന്നോട്ട് വെക്കാൻ പോകുന്നത്? സ്വാഭാവികമായും ആ രീതിക്കുള്ളൊരു പ്രതിരോധം ഉണ്ടാകുമെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ED വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്തു നിന്നും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനം നടത്തി എന്ന കേസിൽ നേരത്തെ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അന്ന് തന്നെ 2022 മുതൽ തന്നെ ഈ ഒരു നടപടികളെ ഈ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത് ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്നാണ്. ആ രീതിക്ക് നിരവധി നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ED വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിൽ SDPI അടക്കമുള്ള സംഘടനകൾ പറയുന്നത് ഇങ്ങനെ ഒരു ഭാഗം കൂടി, അതായത് ഈ ഒരു ബില്ല് വരാൻ പോകെ ഇരിക്കുകയാണ് അഖിലേന്ത്യാ അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്യുന്നു എന്ന ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ശരി, സിബി വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.